എല്ലാവർക്കും നമസ്കാരം. യഷ്ടിമധു ചൂർണം അഥവാ ഇരട്ടിമധുരത്തിന്റെ പൊടി. ഈ ഒരു ഔഷധം തൊണ്ടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും വയറിലെ എരിച്ചിലിനും ചർമ്മത്തിലെ കറുത്ത പാടുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. തൊണ്ടയിലെ വരൾച്ച കുറയ്ക്കാനും ആമാശയത്തിലെ എരിച്ചിൽ ശമിപ്പിക്കാനും ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകാനും ഇത് ആയുർവേദത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇരട്ടിമധുരത്തിന്റെ പൊടി ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, തൊണ്ടവേദനയ്ക്കും അസിഡിറ്റിക്കും ചർമ്മത്തിലെ പ്രശ്നങ്ങൾക്കും ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം. ശരീരത്തിൽ അമിതമായ ചൂട്, അസിഡിറ്റി, തൊണ്ടയിലെ വരൾച്ച, വരണ്ട ചുമ എന്നിവ മാറ്റാൻ ഇത് ഉപയോഗിക്കാം. കൂടാതെ നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, വയറിലെ പുണ്ണ്, തൊണ്ടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. അതോടൊപ്പം തൊണ്ടയിലും ശ്വസനനാളിയിലും വരണ്ടുപിടിച്ച കഫത്തെ മൃദുവാക്കാനും ഇരട്ടിമധുരം സഹായിക്കും. തൊണ്ടവേദനയ്ക്കും ചുമയ്ക്കും 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചൂർണം ആവശ്യത്തിന് തേൻ ചേർത്ത് നന്നായി ചാലിക്കുക. ദിവസവും 2 നേരം ഭക്ഷണത്തിന് ശേഷം നാവിലിട്ട് പതിയെ നുണഞ്ഞു കഴിക്കാം. ഇങ്ങനെ നുണഞ്ഞു കഴിക്കുമ്പോൾ തൊണ്ടയിൽ നേരിട്ട് സ്പർശിച്ച് വരൾച്ചയും അസ്വസ്ഥതയും കുറയ്ക്കാൻ സഹായിക്കും. തൊണ്ടവേദന, ശബ്ദമടയുക, അണ്ണാക്കിലെ ചൊറിച്ചിൽ എന്നിവയ്ക്ക് 1/2 ടീസ്പൂൺ ചൂർണം ചെറു ചൂട് വെള്ളത്തിൽ കലക്കുക. ഇത് ഉപയോഗിച്ച് ദിവസവും 2 നേരം ഗാർഗിൾ ചെയ്യാം. ആസിഡിറ്റിക്കും വയറിലെ അൾസറിനും 1/2 ടീസ്പൂൺ ചൂർണം ചെറു ചൂടുള്ള പാലിലോ ചെറു ചൂടുള്ള വെള്ളത്തിലോ കലക്കി കഴിക്കാം. രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് ആമാശയത്തിന് കുളിർമ നൽകാനും നെഞ്ചരിച്ചിൽ കുറയ്ക്കാനും സഹായിക്കും. മുഖത്തുണ്ടാകുന്ന ചർമ്മ പ്രശ്നങ്ങൾക്ക് 1 അല്ലെങ്കിൽ 2 ടീസ്പൂൺ ചൂർണം എടുക്കുക. എണ്ണമയമുള്ള ചർമ്മമുള്ളവർ പനിനീരിലും വരണ്ട ചർമ്മമുള്ളവർ പച്ചപ്പാലിലും കലക്കി പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്ത് പുരട്ടുക. 15 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. ആഴ്ചയിൽ 2 തവണ ഇത് ചെയ്യുന്നത് കറുത്ത പാടുകൾ, കരിവാളിപ്പ്, പിഗ്മെന്റേഷൻ എന്നിവ കുറയ്ക്കാൻ സഹായിക്കും. ഇരട്ടിമധുരം ദീർഘനാൾ ഉയർന്ന അളവിൽ കഴിച്ചാൽ ചിലരിൽ രക്തസമ്മർദ്ദം കൂടാനും ശരീരത്തിലെ പൊട്ടാസ്യം കുറയാനും സാധ്യതയുണ്ട്.